ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി, ലൈഫ് കോച്ച് ആൻഡ് സക്സസ് കോച്ച്. 21 ഡേയ്സ് സെൽഫ് ലവ് മിറർ വർക്ക് പ്രാക്ടീസ് ഡേ 11. അപ്പോൾ കഴിഞ്ഞ 10 ദിവസത്തെയും പ്രാക്ടീസ് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം ഈ 11ാമത്തെ വീഡിയോ കാണുക. കാരണം അത് കണ്ടാലുള്ളൂ നമുക്കൊരു ഐഡിയ കിട്ടുക എന്താണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ തുടർച്ച എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 11ാമത്തെ ദിവസത്തേക്ക് വേഗം നമുക്ക് കടക്കാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞത് കണ്ണാടി എടുത്തുകൊണ്ടുള്ള പ്രാക്ടീസ് തന്നെയാണ്. അതിനുമപ്പുറം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ദേഷ്യം കിടക്കുന്നുണ്ടാവും. ഈ ദേഷ്യം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെ ഉണ്ടായതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ കുഞ്ഞുനാളിൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഈ ദേഷ്യം എപ്പോഴെങ്കിലും പല കാര്യങ്ങളും, ഇപ്പം ഒരു തെറ്റും നമ്മളോട് ചെയ്യാത്തൊരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ ദേഷ്യം നമുക്ക് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇവരോടായിരിക്കും അത് മുഴുവൻ നമ്മൾ തീർക്കുന്നത്, ഒന്നും അറിയാത്തവരോട്. അപ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമല്ലാത്തൊരു സാഹചര്യമാണ് അവിടെ നമ്മൾ സൃഷ്ടിക്കുന്നത്. അതായത് അടിച്ചമർത്തപ്പെട്ട ദേഷ്യം, മനസ്സിൽ പക, ആരോടൊന്നില്ലാത്ത എന്തിനോടൊന്നില്ലാത്ത ഒരു പക, ഒരു വെറുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിനെയൊക്കെ ബാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ഫീലിങ്സ് എന്താണ്, നമ്മുടെ ഫീലിങ്സ് എപ്പോഴും എന്തായിരിക്കണം, നല്ല സ്മൂത്ത് ആൻഡ് ബെറ്ററായി കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ദേഷ്യം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് പലരും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഞാനത് കാണിച്ചത്, കാണിക്കേണ്ടിയിരുന്നില്ല. പിന്നെ നമുക്ക് തോന്നും അയ്യോ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിപ്പോയി, പിന്നെ നമ്മൾ ക്ഷമ ചോദിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിച്ചാൽ നമുക്ക് ഒരിക്കലും ആ മുറി കൂട്ടുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഗ്ലാസ് പോലെ ആക്കി എടുക്കാൻ കഴിയുകയില്ല. പൊട്ടിയതുപോലെ തന്നെ അതുപോലെയാണ് നമ്മൾ ദേഷ്യം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ അത് കൊള്ളേണ്ടവർക്ക് കൊള്ളും. ആ പ്രശ്നം അതിങ്ങനെ മറ്റുള്ളവരത് ഓർമ്മിച്ചുകൊണ്ട് നമുക്കും അത് ഭയങ്കര നെഗറ്റീവ് ഫീലിങ്സാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യം എന്ന് പറയുന്ന ഈ ഒരു നെഗറ്റീവ് ഇമോഷനെ നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായും ഈ മിറർ വർക്കിലൂടെ ഇല്ലാതാക്കണം. ഓക്കെ, അപ്പോൾ എന്നും നമ്മൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ കണ്ണാടി എടുക്കുക. നിങ്ങൾക്ക് ആരോടാണോ ദേഷ്യമുള്ളത്, എന്തിനോടാണോ നിങ്ങൾക്ക് ദേഷ്യമുള്ളത്, ആ വ്യക്തിയെ നിങ്ങൾ കണ്ണാടിയിൽ കാണുക. അപ്പം നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് കണ്ണാടി എടുത്ത് നോക്കുന്ന സമയത്ത് ആ വ്യക്തിയായിരിക്കണം. എന്നിട്ട് ആ വ്യക്തിയുടെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ആ കണ്ണാടി നോക്കി പറയാം, അന്ന് നീ ചെയ്തത് തെറ്റാണ്. ഓക്കെ, അന്ന് നീ ചെയ്തത് തെറ്റാണ്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, എൻ്റെ ഭാഗത്തുനിന്നും ചെറിയൊരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പക്ഷെ നീ എന്നെ ആ സമയത്ത് അപ്പോൾ ആ പ്രശ്നം നമ്മൾ കണ്ണാടിയിലൂടെ ആ വ്യക്തി നമ്മോട് ചെയ്തതായ കാര്യങ്ങൾ വീണ്ടും അത് ആ ഫീലിങ്സ് ഒക്കെ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് മനഃപൂർവ്വം വരുത്തുക. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, നമുക്ക് നമ്മളെ ഇമോഷൻ എന്തായിരിക്കും, ബാഡായിരിക്കും. നമുക്ക് ചിലപ്പോൾ കരച്ചിൽ വരും. അപ്പോൾ കരയുക, എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ ആ വ്യക്തി ഒന്നും മിണ്ടാതെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഐ ഫോർഗീവ് യു എന്ന് പറയുക. അതായത് നിനക്ക് ഞാൻ മാപ്പ് തരുന്നു. അന്ന് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും നീ എന്നോട് ചെയ്തു, അതായത് നീ എന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ നീ എന്നോട് ഇത്രയും വേദന എനിക്ക് തന്നു. അപ്പോൾ ആ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇതോടുകൂടെ മറക്കുകയാണ്, നിൻ്റെയും നന്മയ്ക്ക് വേണ്ടി എന്ന് പറയുക. ഓക്കെ, ജസ്റ്റ് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യമുള്ള വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്ന ഫീലിങ്സ് നമ്മൾ അനുഭവിച്ചുകൊണ്ട് കണ്ണാടി നോക്കി കുറച്ച് നേരം ഇതിങ്ങനെ സംസാരിക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ ഇമോഷൻസ് ബെറ്റർ ആവാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് 11ാം ദിവസത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എഴുതേണ്ടത് ഇങ്ങനെയാണ്, എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്, എനിക്ക് എന്തിനാണ് കൂടുതൽ ദേഷ്യം വരുന്നത്, എന്തിനാണ് ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടാണോ, സ്വയം നമ്മളൊന്ന് നമ്മെ തന്നെ വിലയിരുത്തുക. എന്നിട്ട് ജേർണലൈസിങ് ചെയ്യുക. എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്, ഞാൻ എന്തിനാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, അതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ജേർണലൈസിങ് ചെയ്തിട്ട് എഴുതുക. പിന്നീട് അഫർമേഷൻ കൊടുക്കുക. മൈ ഫീലിങ്സ് ഈസ് ബെറ്റർ, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മളെ തന്നെ ഈ ഒരു പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരാളായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫീലിങ്സ് എപ്പോഴും ഗുഡായി തീരും. ആരോടും നമുക്ക് വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. ഈ ലോകത്തിലുള്ളതെല്ലാം ആസ്വദിക്കാനും
മറ്റുള്ളവരെ അൺകണ്ടീഷണലി സ്നേഹിക്കാനൊക്കെ നമുക്ക് സാധിക്കും. പെട്ടെന്ന് ഒരു മാറ്റം നമുക്കുണ്ടാവില്ല, പതിയെ 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 മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 14ാമത്തെ ദിവസം പ്രാക്ടീസ് എല്ലാവരും ചെയ്യുക. അടുത്തൊരു ദിവസം 12ാമത്തെ പ്രാക്ടീസുമായി വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട്